ഓസ്ട്രേലിയ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളെ മനസ്സിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ, അങ്ങനത്തെ സംഭവങ്ങളെ അല്ല ഇത്തവണത്തെ എൻ്റെ യാത്രയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയയുടെ ഗ്രാമപ്രദേശങ്ങളും ഇന്റീരിയർ സ്ഥലങ്ങളും നിങ്ങൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഓസ്ട്രേലിയ ആണ് ഞാൻ ഇത്തവണ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഞാൻ നാളെ അവിടെ നിന്ന് ബ്രിസ്ബെയിൻ പോകാനുള്ള പ്ലാനായിരുന്നു ഡാർവിന്. അപ്പോൾ ഞാൻ ആ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തു. പകരം ഞാൻ നോർത്തേൺ ടെറിട്ടറി തന്നെ കുറച്ചും കൂടെ ഡീപ്പ് ഇൻസൈഡ് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിനകത്ത് തന്നെ ആലിസ് സ്പ്രിംഗ്, പിന്നെ അതേപോലെ തന്നെ ഉളുവാരു, ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ഥലമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിജനമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാറ് ഡാർവിന് റെന്റിനെടുത്താണ്. പക്ഷേ ഇത് എൻ്റെ ഇനീഷ്യൽ പ്ലാൻ പ്രകാരം ഇന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വണ്ടി തിരിച്ചു കൊണ്ട് കൊടുക്കാനായിട്ട് ഡാർവിനിലേക്ക് പോകണം. പിന്നെ എനിക്ക് ഡാർവിൻ ഞാൻ കണ്ടില്ലല്ലോ, വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വരികയായിരുന്നു, കാതറിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഡാർവിൻ കാണണം, അവിടെ 1-2 ആൾക്കാരെ മീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു ഓസ്ട്രേലിയൻ എക്സ്പെഡീഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ചെറിയ രീതിയിലൊരു ഓസ്ട്രേലിയൻ എക്സ്പെഡീഷൻ വളരെ ബഡ്ജറ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഇത്തവണത്തെ ഒരു റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷാവലീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് എക്സ്പ്ലോർ ഓസ്ട്രേലിയ. ഇവരൊക്കെ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നോർത്തേൺ ടെറിട്ടറിയിൽ, പ്രത്യേകിച്ച് നമ്മൾ റൂറൽ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലെ അബോറിജിനൽസ് ആയിട്ടുള്ള ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ കറുത്ത വർഗ്ഗക്കാരാണെന്ന് നമുക്ക് പറയാം. കറുത്ത വർഗ്ഗക്കാരെന്ന് പറയുമ്പോഴത്തേക്കിനും അത് സത്യമാണ്. കാരണം നമ്മൾ ആക്ച്വലി ഓസ്ട്രേലിയ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഇങ്ങനെയൊന്നും കാണില്ലല്ലോ. അവരുടെ ലാൻഡാണ്, അവരുടെ നാടാണ്. അവരുടെ നാട്ടിൽ അവരൊന്നുമല്ലാതായിപ്പോയ ഒരു സമയമുണ്ട്. ആ സമയത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പലതും. അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് ശരിക്കും നമ്മുടെ നാട്ടിൽ അട്ടപ്പാടിയിലൊക്കെ ചെയ്യുന്ന കുറേ പരിപാടികളൊക്കെ ഇല്ലേ, അവിടുത്തെ ആദിവാസികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും അതുപോലുള്ള പരിപാടികളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇവിടെ ഓസ്ട്രേലിയൻ സർക്കാർ ഈ അബോറിജിനൽസിനെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്യൂവൽ അടിക്കണം. കാരണം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് 315 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ വണ്ടി 200 കിലോമീറ്ററും കൂടെ ഓടുകയുള്ളൂ. സോ എനിക്ക് ഫ്യൂവൽ അടിച്ചതിന് ശേഷം മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫ്യൂവൽ നമ്മൾ പുറത്ത് തന്നെ അടിച്ചിട്ട് അകത്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യണം. എല്ലാം ട്രസ്റ്റിന് പുറത്തുള്ള പരിപാടികളാണ്. അതെല്ലാം ഫ്യൂവൽ പമ്പും അങ്ങനെ ആയിരിക്കും. പിന്നെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം കിട്ടും. വെള്ളം, അത്യാവശ്യം ബേസിക് വേണ്ട ഫുഡ്, അങ്ങനെയുള്ള പരിപാടികൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫ്യൂവൽ അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്യാം. ഹായ്, ഹലോ, can I take a photo with you? Yeah. Would you mind? Yes. Oh really? Okay. Hi. Are you from Catherine? No, from Melbourne. Ah, okay. Okay. We got families at Warburton. You came to meet family? Yeah. Oh, that's nice. Okay. Thank you. Nice to meet you. Bye-bye. Okay. Bye-bye. ഇവിടുത്തെ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. കണ്ടില്ലേ, ലൈക്ക് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ അവര്. നമ്മൾ സാധാരണ കാണുന്ന ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ആൾക്കാരെ അല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവർ. ലൈക്ക് കുറേ കാര്യങ്ങളുണ്ട്. എന്നിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു അച്ഛനോട് ബൈ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അച്ചു ആക്ച്വലി വാസ് വിത്ത് മീ ഫോർ ലാസ്റ്റ് 2 days. അച്ഛൻ എനിക്ക് കുറേ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഹീ ഈസ് ആക്ച്വലി വർക്കിംഗ് വിത്ത് ദിസ് അബോറിജിനൽ പീപ്പിൾസ്. അവരുടെ ഹെൽത്ത് അവർക്കിടയിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ള പല മലയാളികൾ, കുറേ മലയാളികൾ ഇന്നലെ വൈകിട്ട് മീറ്റ് ചെയ്തു. ഞങ്ങളൊരു ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ബാർബിക്യൂ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറേ കാര്യങ്ങൾ, ഇവിടുത്തെ അബോറിജിനൽസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറയാം അതൊക്കെ. നമ്മൾ ഫ്യൂലൊക്കെ അടിച്ചിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് 315 കിലോമീറ്റർ ആണ് ഡാർവിനിലേക്ക്. 315 കിലോമീറ്റർ പോയിട്ട് ഡാർവിനിലേക്ക് ഞാൻ പിന്നെ വീണ്ടും ആലിസ് സ്പ്രിങ്സിൽ പോകാനായിട്ട് ഇതേ 315 കിലോമീറ്റർ തിരിച്ച് വീണ്ടും ഇതേ വഴി തന്നെ വരണം. അതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. പക്ഷെ അത് വേറൊരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ പറയാം. അത് നമ്മൾ വേറെ കുറച്ച് കിടിലൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ടെങ്കിൽ ഐ വിൽ ഷോ യു ഗൈസ്. ഞാനിപ്പോൾ ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. ഇനി 200 കിലോമീറ്ററിന് 2 മണിക്കൂറാണ് കാണിക്കുന്നത്. ഈ 100 കിലോമീറ്ററിൽ ഞാൻ ആകെ ആ സിറ്റി ലിമിറ്റ് വിട്ട് ഈ ഹൈവേയിൽ കയറിയതിന് ശേഷം കണ്ടത് 3 വണ്ടിയാണ്. അതിൽ 2 റോഡ് ട്രെയിനും പിന്നെ വേറെ ഒരു ട്രക്കും. അതല്ല, ഞാൻ വേറെ ഒരു വണ്ടി ഈ 100 കിലോമീറ്റർ ദൂരത്തിൽ ഞാൻ കണ്ടില്ല. അത് അത്ര വിജനം. ഇടയ്ക്ക് കുറച്ച് സമയം മഴ പെയ്തു, ഇടയ്ക്ക് കുറച്ച് സമയം വെയിലായിരുന്നു. ഇപ്പം ക്ലൗഡിയായി നിൽക്കുന്നു. പല സ്ഥലത്തും വാട്ടർ ലെവൽ ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ ഒരു റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു കറങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് സമയമൊന്നും അല്ല. പക്ഷേ നമ്മളിപ്പോൾ വന്നത് ഇങ്ങനെയാണ്. ഈ സമയത്ത് നമുക്ക് കറങ്ങുന്നതിന് ഇപ്പം വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടും. അതല്ലേ സംഭവം, അത്രയല്ലേ ഉള്ളൂ. ഈ സാധനം കേട്ടോ, ഇതാണ് റോഡ് ട്രെയിൻ.
ഞാൻ ഇതിനു മുമ്പ് കാണിച്ചാണ്. കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഈ വണ്ടി കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കിനും ഭയങ്കര വണ്ടിയൊന്നും ആയിട്ട് തോന്നില്ല, പക്ഷെ ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്യാനാണ്. ഇപ്പൊ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, നോക്കി, എന്ത് മൂന്ന് വലിയ വണ്ടി, അതായത് ഒരു ട്രെയിൻ ഓടുന്ന പോലെ. ഇവിടെ ട്രെയിനിന് പകരം റോഡിലൂടെയാണ് ട്രെയിൻ ഓടുന്നത്. ഇങ്ങനെ 3 കണ്ടെയ്നർ ഇങ്ങനെ കൊണ്ടുപോകും, അതാണ് സംഭവം. അങ്ങനെ 150 കിലോമീറ്റർ കഴിഞ്ഞ് 150 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ കണ്ടപ്പോഴത്തേക്കിനും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്ക് മൂത്രം ഒഴിക്കണം. റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ചുമ്മാ റെസ്റ്റ് ഏരിയ അല്ല, അത് വേറെ ആരും ഇല്ല, വേറെ ഒരു മനുഷ്യരും ഇല്ല. ആര് വരാനാ? ആരെങ്കിലും ഇതുവഴി പോകുന്നവർ ചുമ്മാ ബോറടിച്ച് ഒന്ന് നിർത്തിയാലായി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൊച്ചിനെ ഇതാണ് റെസ്റ്റ് ഏരിയ. കണ്ടോ, ഇവിടെ ഒരു മനുഷ്യനില്ല, ആരുമില്ല, ഒരു മനുഷ്യനില്ല, ഒരു വണ്ടി പോലും പോകുന്നത് നമുക്ക് കാണാനില്ല. ഈ വണ്ടി ഓണാ, സൗണ്ട് കേട്ടോ, ഇത്രേ ഉള്ളൂ അല്ലേ, ഇത്ര സൗണ്ടേ ഉള്ളൂ ഈ വണ്ടിക്ക്. ആ വണ്ടി ഓണായിട്ട് കണ്ടില്ലേ. ഇവിടെ ഞാൻ നിർത്തിപ്പോൾ ഇവിടെ ഞാനൊരു കാങ്കറിനെ കണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്കിനും ഓടിപ്പോയി. ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് 24 hours ക്യാമ്പിംഗ് അലൗഡാന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ക്യാമ്പർ വാനിലും മോട്ടോർ ഹോമിലും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ അവർക്ക് ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ അത് അലൗഡായിട്ടുള്ള സ്ഥലങ്ങളിലേ ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുള്ള ടോയ്ലറ്റ് ഡംപിങ് പോയിൻ്റായിട്ട് യൂസ് ചെയ്യരുത്. ഡംപിങ് പോയിൻ്റ് അഡിലേഡ് റിവറിൻ്റെ അവിടെ 34ാമത്തെ കിലോമീറ്ററിൽ ഏതോ ഒരു സ്ഥലത്തുണ്ട്, നെക്സ്റ്റ് ഫയർ സ്റ്റേഷൻ, അവിടെ ഡംപ് ചെയ്യാവുന്നു. അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ലൈക്ക് ഇതൊരു കോമൺ ഫെസിലിറ്റിയാണ്, ഫ്രീ ആണ്, ഇവിടെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആരുമില്ല. അതെ, അവിടെ ഒരു കാങ്കറി ഇരിപ്പുണ്ട് ഗൈസ്. വിൽ ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഈസ് ഇറ്റ് ക്ലീൻ, അങ്ങനെയാണോ എന്നൊക്കെ നോക്കാം. ക്ലീൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനാണ്, വേറെ സംഭവങ്ങളൊന്നുമില്ല. വൃത്തികേടില്ല, അലമ്പില്ല, വൃത്തിയാണ്. വെള്ളമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വെള്ളമില്ല. ടിഷ്യൂ പേപ്പറൊക്കെ സ്വന്തമായിട്ട് കൊണ്ടുവരണം. ഇതിനകത്ത് വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമുണ്ട്. നൈസ്, അടിപൊളി. ഓക്കെ, ലെറ്റ്സ് ഗോ. അവിടെ കാങ്കറീസ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, കുറേ കാങ്കറീസിനെ ഞാൻ കണ്ട്. ഞാനിപ്പോൾ അഡിലേഡ് റിവർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഒരു ലോക്കോ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, കോമൺവെൽത്ത് റെയിൽവേസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പഴയ ഒരു ലോക്കോ. ആ ലോക്കോയുടെ മുമ്പിൽ നമുക്ക് കാങ്കറൂസിനെയൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, കൊള്ളാല്ലേ. അപ്പോൾ ഇവിടെ എന്തോ ഒരു റെയിൽവേയുടെ എന്തോ മ്യൂസിയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, അത് നമുക്ക് പിന്നെ കയറാം. നമ്മൾ തിരിച്ചില്ല എന്തായാലും വരുമല്ലോ, അന്നേരം നമുക്ക് കയറാം. കാരണം നമുക്കിപ്പോൾ കയറാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ലേറ്റ് ആവും. നമുക്ക് ഡാർവിനിലെത്തിയിട്ട് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അവിടെ മുമ്പിൽ ഒരു ട്രക്ക് വേറൊരു ട്രക്കിൻ്റെ മേളിൽ കയറ്റി വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടോ, നോക്കി. എന്തായാലും എന്തൊക്കെ കാണണമല്ലേ. എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഞാനിപ്പോൾ അതിന് പറയാം. എനിക്ക് കുറച്ച് നേരമായിട്ട് ഒരു ട്രക്ക് വേറൊരു ട്രക്കിൻ്റെ മേളിൽ കയറിപ്പോൾ അങ്ങ് ദൂരെ മഴ പെയ്യുന്നുണ്ടാ, കണ്ടാ. ഇപ്പം മഴ പോയിക്കൊണ്ട് വരുവേ. ഇവിടെ ഇപ്പം മഴ പെയ്തു തുടങ്ങി. ഞാനിപ്പോൾ മഴയിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഡാർവിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 40-45 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ എനിക്ക് ഡാർവിൻ എത്താനായിട്ട്. ഇപ്പം മഴ തുടങ്ങും. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ദൂരത്തേ ഇങ്ങനെ മഴ, അടിപൊളി കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും അതൊക്കെ രസമല്ലേ, ഭയങ്കര മഴയാട്ടോ. അങ്ങനെ ഞാൻ ഡാർവിൻ എത്തിയപ്പോഴത്തേക്കിനും അതാ നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ പേര് കണ്ടില്ലേ, ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയ. ഇവിടെ ഞാൻ ഇവരുടെ കാതറിനിൽ വെച്ചിട്ട് ഞാൻ ഇവരുടെ ഈ ഒരു ക്യാമ്പസ് കണ്ടായിരുന്നു. ചെറിയൊരു മഴ, വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു നഗരം. എന്താല്ലേ, ഒരു തിരക്കും ഇല്ല റോഡിലൊന്നും. നോക്കി, ആകെ 3, 4, 5 വണ്ടിയുണ്ട്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്നും 2 പേരുടെ കൂടെ ഇവിടെ സിറ്റിയിലെത്തി. ഇത് ആൽബിൻ, അത് ഹായ് പറ. ആൽബിൻ വലിയ പുള്ളി കേട്ടോ. ഇത് ഓസ്റ്റിൻ കാണാൻ വലിപ്പമുണ്ടെങ്കിലും അതും വലിയ പുള്ളിയാണ്. അല്ല, അങ്ങനെ സോറി അല്ല, കാണാൻ ഇച്ചിരി മെലിഞ്ഞിരിക്കുന്നതാണെങ്കിലും അതും വലിയ പുള്ളിയാണ്. ഓസ്റ്റിൻ ഇവിടെ നേഴ്സാണല്ലേ. ഈ മനുഷ്യൻ നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും പച്ചക്കറിയും പലചരക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടി എയർപോർട്ടിലിരിക്കുന്ന ആളാണ്. നിങ്ങളാണോ നവ്യ നായർക്ക് ഫൈൻ അടിച്ചു കൊടുത്തത്? ഹീസ് വർക്കിംഗ് വിത്ത് ബയോസെക്യൂരിറ്റി, അതായത് കസ്റ്റംസ് ആൻഡ് ബയോസെക്യൂരിറ്റി. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ആൾക്കാരെ കർശനമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ഇവിടെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ വന്നപ്പം പുള്ളി ഇല്ലായിരുന്നു. പുള്ളി ജസ്റ്റ് ഡ്യൂട്ടിക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമായിരുന്നു അല്ലേ. ഒരു അരമണിക്കൂർ മിസ്സായിപ്പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഡാർവിൻ സിറ്റിയിൽ വന്നു. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ പാർലമെൻറ്റിലേക്ക് പോവാം. പാർലമെൻറ്റിലേക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു മലയാളി മന്ത്രിയുണ്ട് അല്ലേ. അത് ഭയങ്കര എന്താ പറയുക സംഭവമാണല്ലേ, ആദ്യമായിട്ട്. ഫസ്റ്റ് ഇന്ത്യൻ മിനിസ്റ്റർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് ഇന്ത്യൻ മിനിസ്റ്ററും കൂടിയാണോ? ആണോ? ഓക്കെ. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അദ്ദേഹം ശരിക്കും നമ്മുടെ എനിക്ക് പുള്ളിക്ക് നമ്മുടെ ആൻ്റണിയുടെ
ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവും കൂടിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണിയുടെ എന്തോ ഒരു റിലേഷൻ കൂടെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അവിടെ ആൻ്റോ ആൻ്റണി MP ആണെങ്കിൽ ഇദ്ദേഹം ഇവിടെ മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പാർലമെൻറ്റിൽ പോയി കാണാം. അതിന് വേണ്ടി പോവാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വി ആർ വാക്കിംഗ് ടുവാർഡ്സ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്റ്റേറ്റും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഓസ്ട്രേലിയയുടെ. അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? അപ്പോൾ ആ കേന്ദ്രഭരണ പ്രദേശമായ ഇവരുടെ പാർലമെൻറ്റ് മന്ദിരമാണ്. ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓരോ പാർലമെൻ്റ് ഉണ്ട്. പിന്നെ അതല്ലാതെ കാൻബറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെൻട്രൽ പാർലമെൻറ്റും ഉണ്ട്. അങ്ങനെയല്ലേ? അവിടെ അല്ലേ പ്രൈം മിനിസ്റ്റർ പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് സ്റ്റേറ്റിൻ്റെ മന്ത്രിമാരും ബാക്കിയുള്ള ആൾക്കാരും. യെസ്, അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ മന്ത്രിയാണ് അദ്ദേഹം. നമുക്ക് അവിടെ പോയിട്ട് പുള്ളിനെ കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് കെട്ടിടം എന്ന് പറയുന്നത്. കണ്ടോ, തിരക്കൊന്നും ഇല്ലാത്തൊരു എന്താ പറയുക, ഒരു സമാധാനമായിട്ടുള്ള ഒരു നഗരമാണ് ഡാർവിൻ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര വൈബാണ്. വൈബ് എന്ന് പറഞ്ഞാൽ വൈബിനൊന്നും ഇല്ല, അത് നമ്മൾ സ്വന്തമായിട്ട് വൈബാക്കണം, അതാണ് വൈബ്. അപ്പോൾ പാർലമെൻറ്റിൽ ആർക്കും കയറി പോകാമല്ലോ, എല്ലാവർക്കും എൻട്രി ഉണ്ട്. പാർലമെൻറ്റ് ഹൗസ് എൻട്രൻസ് എന്നും പറഞ്ഞുകൊണ്ട് സ്പീക്കേഴ്സ് കോർണർ, ടെറിട്ടറി ക്രാഫ്റ്റ്, പിന്നെ NT ക്രാഫ്റ്റ് ഷോപ്പ്, സ്പീക്കേഴ്സ് കോർണർ കഫേ, അടിപൊളി. അപ്പോൾ ഇതാണ് പാർലമെൻറ്റ് മന്ദിരം. നമ്മളതിൻ്റെ താഴെ എത്തി. ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഇവിടെ നമുക്ക് നോർത്തേൺ ടെറിട്ടറിയുടെ സുപ്രീം കോർട്ട് ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുമ്പിലെത്തി. അതായത് നമ്മൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൽ കയറി പോകുന്ന പോലെ തന്നെയുള്ളൊരു സെറ്റപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലേ, ഒന്നുമില്ല, നമുക്ക് ആരെയും ഇങ്ങനെ കയറി വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇവരുടെ കോർട്ട് ഓഫ് ആംസ് ആണ് നമുക്ക് കാണുന്നത്. ഞങ്ങളങ്ങനെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് അകത്ത് വന്ന് ഇവിടെ അകത്ത് വരുമ്പോഴത്തേക്കിനും ഫസ്റ്റ് എലക്റ്റഡ് പ്രസിഡൻറ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു ഹാരി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പ്രതിമ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ലിഫ്റ്റിൽ കയറി 5ാമത്തെ നിലയിൽ പോകാൻ പറഞ്ഞു. നമസ്കാരം. അങ്ങനെ എൻ്റെ ഒപ്പം ഉള്ളത് ജിൻസൺ ആൻഡോ ചാൾസ്, അങ്ങനെയാണ് ഫുൾ നെയിം. ജിൻസൺ ആൻഡോ ചാൾസ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ MP ആണ് ഇദ്ദേഹത്തിൻ്റെ. നിങ്ങളുടെ ആരായിട്ട് വരും? ആൻ്റോ ആൻ്റണി എൻ്റെ പപ്പാടെ നേരെ മൂത്ത ചേട്ടനാണ്. പപ്പാടെ നേരെ മൂത്ത ചേട്ടൻ. ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ MP ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ വന്നത്. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇവരുടെ നോർത്തേൺ ടെറിട്ടറിയുടെ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണത്. അപ്പോൾ നിങ്ങളുടെ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമസഭാ മന്ദിരം പോലെ, നമ്മുടെ തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരം പോലത്തെ ഇവിടുത്തെ നിയമസഭാ മന്ദിരമാണിത്. അപ്പോൾ അവിടുത്തെ നിങ്ങളപ്പം ഈ സഭ കൂടുന്ന ഹോളൊക്കെ ഈ ബിൽഡിംഗ് തന്നെയാണോ? അതെ അതെ, ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അവിടെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഡെപ്യൂട്ടി CM ഓഫീസ്, പിന്നെ മന്ത്രിമാരുടെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓഫീസുകൾ കണ്ടു. പിന്നെ ഇതിന് പുറത്ത് MLA മാരുടെ ഓഫീസും ഉണ്ട്. മന്ത്രിമാരല്ലാത്തവർക്ക് MLA മാരുടെ ഓഫീസ്. ഇതെല്ലാം ഒറ്റ ബിൽഡിങ്ങിലാണ്. എല്ലാം ഒരു ബിൽഡിങ്ങിലാണ്. നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? നാട്ടിലൊരു പരിധിവരെ എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ നമ്മളിങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയോണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിൽ ഒത്തിരി ഇടപെടാണ്ടിരിക്കുന്നതാണെന്നല്ലാന്ന് എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളായിട്ട് പോകും. പക്ഷെ എനിക്കൊന്ന് അതിൻ്റെ അകത്തൊരു കാര്യം പറയാനുള്ളത്, ഒന്ന് അവിടുത്തെ നമ്പേഴ്സ്, അവിടെ 140 MLA-മാരുണ്ട്. ഇവിടെ ഞങ്ങളൊരു ചെറിയ സ്ഥലമാണ്, 25 MLA-മാര്, 9 മന്ത്രിമാര്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ബിൽഡിംഗിൽ ശരിക്കുണ്ടല്ലോ. നമ്മൾ സെക്രട്ടേറിയറ്റ് മന്ദിരം പോലെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ തന്നെ ഇവരുടെ എല്ലാം ഓഫീസ് ആക്കി കഴിഞ്ഞാൽ ഈ ഓഫീസ് സ്റ്റാഫിനും വരുന്ന ആളുകൾക്കും എളുപ്പമാണ്. മേ ബി ബഡ്ജറ്റ് കൺസ്ട്രെയിൻസോ അല്ലെങ്കിൽ സ്ഥലപരിമിതിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ചെയ്യാത്തത്. എന്തെങ്കിലും ഭാവിയിൽ ചെയ്യുമായിരിക്കും. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യങ്ങളൊന്നും. പക്ഷേ ഒരു കമ്പാരിസൺ ഒരു പറയാം. കാരണം ഞാൻ ഇടയ്ക്ക് കാൻബറയിലെ പാർലമെൻറ്റിൽ പോയിരുന്നു. അവിടെ എനിക്ക് 151 MPമാരുണ്ട് ഫെഡറൽ പാർലമെൻറ്റ്. അവിടെ ഒറ്റ ബിൽഡിങ്ങിലാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാൻസ് ചെയ്യാൻ കഴിയും. ഇടയ്ക്ക് ഒരു പങ്കെടുത്തപ്പം 4000-ൽ പരം ഓഫീസ് അപ്പോൾ ഒറ്റ ബിൽഡിങ്ങിലുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം പെൻറ്റഗൺ അങ്ങനത്തെ ഒരു ബിൽഡിംഗ് അല്ലേ? അപ്പോൾ അങ്ങനെ ധാരാളം ബിൽഡിങ്ങുകളുണ്ടല്ലോ. നിങ്ങളുടെ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇവിടെ? എൻ്റെ മെയിൻ പല വകുപ്പുകളുണ്ട്. അതിലൊന്ന് സ്പോർട്സ്, ആർട്സ്, മൾട്ടികൾച്ചറൽ അഫയേഴ്സ്, പിന്നെ വെറ്ററൻസ്. ഓസ്ട്രേലിയ ഞാൻ വരുന്നത് 2011-ലാണ്. ഞാനൊരു നേഴ്സായിട്ടാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ഞാനൊരു 3 വർഷത്തോളം ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം 2015 ജാനുവരിയിലാണ് ഞാനിവിടെ ഡാർവിനിലെത്തുന്നത്. അത് ഇവിടെ നേഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഹോസ്പിറ്റലിലെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. മെൻ്റൽ ഹെൽത്ത്, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സും ടോപ്പ് ആൻഡ് റീജിയൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുകയായിരുന്നു. അതിനുശേഷമാണ് 2024 ഓഗസ്റ്റിലുള്ള ഇലക്ഷന് മത്സരിക്കുന്നതും ജയിച്ച് MLA ആകുന്നതും പിന്നെ ചീഫ് മിനിസ്റ്റർ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ പൊളിറ്റിക്സിൽ, അതായത് ഇങ്ങനെ ഒരു MLA പോലും ആയിട്ടില്ല ഇതിനു മുമ്പ്? ഇല്ല, ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് തന്നെ. ആദ്യമായിട്ട് മത്സരിക്കുന്ന നിങ്ങൾക്ക് ഇവിടുത്തെ മന്ത്രിസ്ഥാനം കിട്ടി. അതെങ്ങനെയാണ്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം, നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കുറേ തവണ മത്സരിച്ച് ഒന്ന് MP ആയിരിക്കണം അല്ലെങ്കിൽ MLA ആയിരിക്കണം, അങ്ങനെ കുറേ സീനിയോറിറ്റി വരുമ്പോഴല്ലേ ഒരു മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കുകയുള്ളൂ.
പല ഫാക്ടേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനം ഇവിടെ കിട്ടിയത്? ഒന്ന്, അന്ന് ഒപ്പോസിഷനിലായിരുന്ന സമയത്ത് 7 പേര് ഒപ്പോസിഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ 7 പേര് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ. അപ്പം ചീഫ് മിനിസ്റ്റർ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇതിന് മുമ്പത്തെ ഇതിൽ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആളാണ് ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ലിയ ഫിനോക്കിയേരോ. അപ്പം പുള്ളിക്കാരി മന്ത്രിസഭ തിരഞ്ഞെടുത്തപ്പം ആ 7 പേരും ഉണ്ട്, പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 2 പേരും അതിൻ്റെ അകത്ത് തിരഞ്ഞെടുത്തപ്പം ഞങ്ങൾ മൊത്തം 17 പേരുണ്ട്. അതിലെ 2 പേരായിട്ട് തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഞാനാണ്. കൊള്ളാം. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഡാർവിൻ എന്ന് പറയുന്ന സ്ഥലം ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞാനിപ്പോൾ നോർത്തേൺ ടെറിട്ടറിയുടെ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സന്ദർശിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ റിമോട്ടായിട്ടുള്ള, അധികം ജനങ്ങൾ താമസിക്കാത്ത, എന്നാൽ ഉണ്ട് കുറച്ച് സിറ്റി ബേസ് ആയിട്ടൊക്കെ താമസിക്കുന്ന വളരെ റിമോട്ടായിട്ടുള്ള, എനിക്ക് തോന്നുന്നു അബോറിജിനൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഒരു ടെറിട്ടറി തന്നെയാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിൽ അബോറിജിനൽസിനെ കാണുന്നത് നോർത്തേൺ ടെറിട്ടറിയിലാണോ? നമ്പേഴ്സ് ആണെന്ന് തോന്നുന്നില്ല. പെർ ക്യാപിറ്റൽ ഇപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഇവിടെ 2.5 ലക്ഷം പേരാണ് മൊത്തം ഉള്ളത്. അതിലേതാണ്ട് 30% അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന 80,000 ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരാണുള്ളത്. പിന്നെ ഇവിടുത്തെ 2.5 ലക്ഷം എന്ന് പറയുന്ന ടെറിട്ടറിയുടെ പോപ്പുലേഷനിൽ 1.5 ലക്ഷത്തോളം പേര് താമസിക്കുന്ന ഡാർവിനിലാണ്. പിന്നെ അത് ഒരു മറ്റ് കാതറിൻ, ടെനൻ ക്രീക്ക്, ആലിസ് സ്പ്രിങ്, പിന്നെ നുള്ളംബോയ്, അങ്ങനെ ഒരു 4 ചെറിയൊരു ടൗൺ ഏരിയയും കൂടെ ഉണ്ട്. പിന്നെ എല്ലാം റിമോട്ട് ഔട്ട്സ്കേർട്സ് പോലെയാണ്. ഇപ്പം ഡാർവിൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി റിമോട്ട് കമ്മ്യൂണിറ്റീസും മറ്റ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ശരിക്കും ഞാൻ ഈ അബോറിജിനൽസിനെ പറ്റി ചോദിക്കുകയാണെങ്കിലേ, ലൈക്ക് നമ്മൾ പല സ്ഥലത്തും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഓസ്ട്രേലിയയുടെ ഒരു ഫേസ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഫേസ് അല്ല ഞാൻ ഇത്തവണ കണ്ടത്. നമ്മളെപ്പോഴും പോകുമ്പോൾ സിഡ്നി, മെൽബൺ, വലിയ സിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഈ ഒരു അബോറിജിനൽസിൻ്റെ പോപ്പുലേഷൻ ഇത്രയുള്ള ഈ ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതിനകത്തൊരു ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്? അല്ലെന്ന് വെച്ചാൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പോലെ തന്നെ എല്ലാ രീതിയിലും ഇപ്പം നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ തൊട്ട് റിമോട്ടുള്ള ഏരിയയിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ആൽക്കഹോൾ അബ്യൂസ് ചില കമ്മ്യൂണിറ്റികളിൽ കൂടുതലുണ്ട്. പിന്നെ തൊഴിലില്ലായ്മ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഒരു ട്രേഡിലോട്ട് പോകാത്തത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയും കൂടെ ഇപ്പോൾ ഒന്ന് ഞങ്ങൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടെ ഓസ്ട്രേലിയയിൽ ഓൾറെഡി ഒരു നിയമമുണ്ട്, കുട്ടികളെല്ലാം സ്കൂളിൽ പോകണം, പോയില്ലെങ്കിൽ അതൊരു നിയമമാണ്. പക്ഷെ എന്നാൽ പോലും സ്കൂൾ അറ്റൻഡൻസ് റേറ്റ് എനിക്ക് ടെറിട്ടറി നോക്കുവാണെങ്കിൽ ജസ്റ്റ് എബോവ് 70 അല്ലെങ്കിൽ അത്ര പെർസെൻറ്റേജേ ഉള്ളൂ. അപ്പോൾ അതൊരു നമ്മുടെ ഒരു മെയിൻ ഫോക്കസാണ്, എങ്ങനെ കുട്ടികളെല്ലാം സ്കൂളിലെത്തിക്കാം, കാരണം വിദ്യാഭ്യാസം കൊടുത്ത് അവരെ മെയിൻ സ്ട്രീമിലോട്ട് എത്തിക്കുക എന്നുള്ളത്. പിന്നെ മറ്റ് ചലഞ്ചെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്രൈം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ കമ്പാരിസൺ ഇന്നത്തെ ഒരു വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10% ക്രൈം റേറ്റ് താഴ്ന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും എല്ലാം മാറ്റുകയും ഇപ്പം കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അപ്പം എവിടെ ചലഞ്ചുണ്ട് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളത്, കാരണം ജനങ്ങൾക്കൊരു നല്ലൊരു ചേഞ്ച് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, നമ്മളതനുസരിച്ച് ആ ചേഞ്ചസ് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഇതിന് മുമ്പ് ഏതെങ്കിലും മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആരെങ്കിലും, ഇന്ത്യക്കാരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇതേപോലെ മന്ത്രിമാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ 2nd ജനറേഷൻ 3rd ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ പലരുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ നാട്ടിൽ ജനിച്ച് ഇവിടെ ഒരു 1st ജനറേഷൻ മൈഗ്രൻ്റ് ആയി ഇപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് ഈ ഒരു നാട്ടിലോട്ട് വന്നിട്ട് മന്ത്രിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഞാനാണെന്നാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത്. MLA MP ആയിട്ടുള്ള പലരുണ്ട്. പക്ഷേ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് മനസ്സിലായത്. ശരിക്കും ഇപ്പം നമ്മൾ പല രാജ്യങ്ങളിൽ ഇപ്പോൾ യു കെയിലാണെങ്കിലും US പോകുകയാണെങ്കിലും നമുക്ക് അവിടുത്തെ പൊളിറ്റീഷ്യൻസിൽ നമുക്ക് ഒത്തിരി ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ഇപ്പോൾ UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആൾ, ഇപ്പോൾ US ഇപ്പോൾ ഇനി ചിലപ്പോൾ ഭാവിയിൽ പ്രസിഡന്റ് ആയേക്കാവുന്ന ആൾ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാരും 1st ജനറേഷൻ മൈഗ്രൻസ് അല്ല. സാധാരണ എനിക്ക് തോന്നുന്നു 1st ജനറേഷൻ മൈഗ്രൻസ് ഇങ്ങനെ ഒരു പാത്വേ എടുക്കാറുണ്ട്, പക്ഷേ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു MP-മാരൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. UK ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിലും ഉണ്ട് 1st ജനറേഷൻ ആയിട്ടുള്ള. വളരെ കുറവാണ്, എണ്ണം വളരെ കുറവാണ്. അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലേ വന്ന ആൾക്കാരായിരിക്കാം. ജസ്റ്റ് ഇപ്പം എന്നെ പോലെ നാട്ടിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടെ ജോലിക്കായിട്ട് വന്നിട്ട് ആ ഒരു ട്രാൻസിഷൻ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ 2016 ജാനുവരിയിലാണ് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആകുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 8 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഇവിടുത്തെ MLA-യുടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഒരു രാഷ്ട്രീയക്കാരനായിട്ടൊരു ഉത്തരം പറയരുത്, അല്ലാതെ സാധാരണ വ്യക്തിയായിട്ട് ഉത്തരം പറയണം. നാട്ടിലെ പൊളിറ്റിക്സ് ഇവിടുത്തെ പൊളിറ്റിക്സ് തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടുത്തെ അതേപോലെ രാഷ്ട്രീയക്കാരനായിട്ട് ഉത്തരം പറയരുത്. അല്ല, ഞാൻ ചിന്തിക്കാൻ കാരണം ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയാം. ഞാൻ കഴിഞ്ഞ ജാനുവരിയിൽ ഒരു 3 ആഴ്ചയോളം നാട്ടിൽ പോയി.
ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ച് വരുന്നത്, വീട്ടിൽ പോകുന്നത്, എല്ലാ കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. ആളുകൾക്കും ഞാനതിലൂടെ പോകുന്നൊരു പ്രശ്നമല്ല. പക്ഷേ നാട്ടിൽ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഞാൻ തന്നെയാണല്ലോ നാട്ടിൽ പോയിട്ട് ഒത്തിരി പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. കാരണം ആൾക്കാർ വീട്ടിൽ വന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറയുക, നിർബന്ധിക്കുക. ഇപ്പം ഒഴിവാക്കാൻ പറ്റാത്ത ഒത്തിരി പരിപാടികൾ പങ്കെടുത്തു. അപ്പോൾ ഞാൻ ഒരു 3 ആഴ്ചത്തെ ലീവിന് പോയതാണ്. പക്ഷേ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ലീവ് എടുക്കണോ? ഞാനിപ്പം വകുപ്പ് കൈമാറിയിട്ട് ഇപ്പം മുഖ്യമന്ത്രിയാണ് എൻ്റെ വകുപ്പ് അന്നേരം കൈകാര്യം ചെയ്തിരുന്നത്. ഞാൻ 3 ആഴ്ച ലീവായിരുന്നു. അപ്പം അങ്ങനെ കൈമാറിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ നാട്ടിലൊരു സാധാരണക്കാരനായിട്ടാണ് പോയത്. പക്ഷേ മന്ത്രിയാണ്. പക്ഷേ നോർമൽ ഒരു പാസ്പോർട്ടിൽ, ഇവിടുത്തെ ഓസ്ട്രേലിയൻ പാസ്പോർട്ടിൽ അവിടെ പോയി. പക്ഷേ നാട്ടിൽ നമ്മൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ആളുകൾ കുറച്ചുകൂടെ ഒരു ഇതെന്തോ വലിയൊരു ഇതാന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനിപ്പം 5 ദിവസം ഉള്ളതിൽ 3 ദിവസം ഞാൻ ഇവിടെ വരുന്നു, പാർലമെൻറ്റ് വരുന്നു, 2 ദിവസം എൻ്റെ MLA ഓഫീസ് ഉണ്ട്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം മാറിയാണ് അവിടെ പോകുന്നു. അപ്പം നമ്മളെ ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നല്ലേ കൂടുതൽ. ഇമെയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വരും. അപ്പോൾ നമുക്ക് ആരെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ ഇപ്പം നേരിട്ടൊരാൾക്ക് കണ്ടു പറയണമെന്നുള്ളൊരിതില്ല. ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പം എനിക്കൊരാളെ നേരിട്ട് കാണണമെന്നുള്ളൊരു പിടിവാശി, അല്ലെങ്കിൽ അതൊരു പ്രോസസ്സാണ് അവിടെ. അങ്ങനെയാണത്. കത്തയച്ചിട്ടും മെയിൽ അയച്ചിട്ടും ഒന്നും നടക്കൂല എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. എനിക്കൊരു ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വന്നാൽ പോലും ഞാനത് നോക്കിയിട്ടത് ഇപ്പം ചിലപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ അത് ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഓഫീസിലോട്ട് ഞാൻ കൊടുക്കും. ഇപ്പോൾ മണ്ഡലത്തിലെ ഒരു കാര്യമാണെങ്കിൽ, ഇപ്പോൾ മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ ഓഫീസിലെ സ്റ്റാഫിനെ കൈമാറും. എന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 95 to 98% ഞാൻ റെസ്പോണ്ട് ചെയ്യും ഇമ്മീഡിയറ്റ്ലി. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അഡ്വൈസ് വേണ്ടതാണെങ്കിൽ ഞാനത് പറയും, ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് പിന്നെ അതൊരു ഫോർമൽ ചാനലിലോട്ടാക്കും. അപ്പോൾ ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല MP-മാരുടെ ഞാൻ മെസ്സേജസിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ എടുക്കില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ നമ്മളിലോട്ട് ഒരാൾക്കാർ റീച്ച് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ എടുക്കുക, നമ്മൾ എന്നിട്ടത് ഫോർമൽ ട്രാക്കിലോട്ട് ആക്കുന്നു. ഇപ്പം ഞാൻ മെൻ്റൽ ഹെൽത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം നമ്മൾ അവിടെ പറയുന്നൊരു പോളിസി ഉണ്ട്. ഇപ്പം നോ ഡോർ ഈസ് എ റോങ് ഡോർ. ഏത് ഡോറിൽ കൂടെ ഒരാൾ വന്നാലും അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഒരു പ്രശ്നമായിട്ടായിരിക്കും ഒരാൾ വരുന്നത്. ആ പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഡോറിലോട്ട് ഇങ്ങനെ നമ്മൾ മാറ്റി വിടാണ്ട് നമ്മളിത് എടുത്തു, നമുക്ക് ഇൻറ്റേർണലി അതിനെ ചാനൽ ചെയ്യാൻ പറ്റും. നമ്മളത് ചാനൽ ചെയ്ത് നമ്മൾ ആ പ്രോസസ്സ് നമുക്ക് ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് പരിഹരിക്കുന്നു. ഇപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നേരിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞേക്കുക. ഓക്കെ, എനിക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മളൊരാളെ വെറുതെ പറയാൻ നടത്തിച്ച് അവരുടെ സമയം കളഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ വരുന്ന പല കാര്യങ്ങളുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് പറയും ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ പലരും ഇപ്പം മന്ത്രിയാവുന്ന രീതിയിൽ ഇപ്പം എനിക്കിപ്പോൾ ഓസ്ട്രേലിയയിലെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇടപെട്ട കാര്യങ്ങളുണ്ട്. കാരണം ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവരെ അന്നേരം തന്നെ ഞാൻ പറയും ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ പരിമിതി. അപ്പോൾ നമ്മൾ ശത്രു അല്ല, നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ പലരെ ഇപ്പം നമ്മളത് ഒന്ന് ന്യൂസ് ആക്കുന്ന മറ്റു കാര്യങ്ങളുമല്ല. ഞാനിപ്പോൾ ഇതിനെ കാണുന്നത് 4 വർഷത്തെ ഒരു ജോലി എന്നെ ജനങ്ങളെ ഏൽപ്പിച്ചു. ഞാൻ ആ 4 വർഷം ചെയ്യുന്നു. ഞാൻ 4 വർഷം നന്നായിട്ട് ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ ഞാൻ നിൽക്കുമ്പോൾ അവരെന്നെ ജയിപ്പിച്ച് വീണ്ടും അടുത്തൊരു 4 വർഷത്തെ കോൺട്രാക്ട് തരും. ഇല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ജോലി ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ? അതായത് ഇപ്പൊ സ്റ്റേറ്റ് ഇവിടെ ഇപ്പൊ ടെറിട്ടറി അല്ലേ? ഇപ്പൊ ഇത് ടെറിട്ടറി എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ഡയറക്റ്റ് ഒരു കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നതാണോ അതോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റിന്റെ പവേഴ്സ് ആണോ? സ്റ്റേറ്റിന്റെ പൂർണ്ണ പവറല്ല. വെച്ചാൽ ഇവിടെ മെയിനായിട്ടും വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടിങ് കൂടുതലും ഫെഡറലിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ വ്യത്യാസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറിട്ടറിക്കുള്ള ചീഫ് മിനിസ്റ്ററാണുള്ളത്. ഇപ്പോൾ നോർത്തേൺ ടെറിട്ടറി ഉണ്ട്, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടും ചീഫ് മിനിസ്റ്റേഴ്സും സ്റ്റേറ്റിനെല്ലാം പ്രീമിയേഴ്സും ആണുള്ളത്. സ്റ്റേറ്റിന് കൂടുതൽ ഇതൊരു റിപ്പബ്ലിക് അല്ല, ഇതൊരു റിപ്പബ്ലിക് രാജ്യമല്ല. ഇത് ഇപ്പോഴും UK കോമൺവെൽത്തിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ് കുറച്ചുകൂടെ അധികാരങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഡിസബിലിറ്റി മിനിസ്റ്ററാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മൊത്തത്തിലുള്ള ഒരു ഡിസബിലിറ്റിയിലെ ഒരു സർട്ടൺ ക്രൈറ്റീരിയാസ് മാറ്റണമെങ്കിൽ എല്ലാ ഡിസബിലിറ്റി മിനിസ്റ്ററും സൈൻ ചെയ്യാണ്ട് കോമൺവെൽത്ത് ഫെഡറലിന് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനതായിട്ടുള്ള കുറേ ഇതുണ്ട്. അപ്പം എനിക്ക് ഒരു പരിധി വരെ നല്ല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് പോവുകയും ചെയ്യും. ഇപ്പോൾ എനിക്കിപ്പം പല പോർട്ട്ഫോളിയോയിലും ഞങ്ങളുടെ മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള ഫോറംസ് ഉണ്ട്. അപ്പം നമ്മളത് മറ്റ് സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പം ക്യാൻബറയിലോ അല്ലെങ്കിൽ അഡലേഡിലോ അങ്ങനെ പല മീറ്റിങ്ങുകൾ കാണും. അപ്പോൾ അവിടെ നമ്മൾ ഗ്രൂപ്പായിട്ട് പോവുകയും അത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ആയിരിക്കും അത് ചെയർ ചെയ്യുന്നത്. പക്ഷേ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ കാണും അതിൻ്റെ അകത്തോട്ട്. ഇപ്പം ആ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെയാണത് പ്രശ്നങ്ങളുണ്ടാകുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. പ്ലസ് അതെനിക്ക് നല്ലതെന്നു. പക്ഷേ മറ്റേ റിപ്പബ്ലിക് സംവിധാനം ആകുമ്പോഴത്തേക്കും ഫെഡറലിൽ നിന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ടത് മറ്റെല്ലായിടത്തും നടപ്പാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഓക്കെ, അപ്പം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്റ്റേറ്റും സെൻട്രലും രണ്ട് ഗവൺമെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതെ അതെ, എന്നാൽ ഈ പറഞ്ഞ പോലെ കണക്റ്റഡ് ആണ്. കുറച്ചുകൂടെ കൊളീജിയൽ ആയിട്ടുള്ളൊരു ഇതുണ്ട്. ഏകദേശം സിമിലർ സ്ട്രക്ചർ ഒക്കെ തന്നെയാണ്. അതെ അതെ, ഓൾമോസ്റ്റ് അതെ. ടെറിട്ടറി ആയതുകൊണ്ടാണ് ഇവിടെ CM ഉള്ളത്, ചീഫ് മിനിസ്റ്റർ ഉള്ളത്. അല്ലെങ്കിൽ പ്രീമിയർ ആണ്, സ്റ്റേറ്റിനാണ് പ്രീമിയർ എന്നാണ് പറയുന്നത്. നമുക്കത് അറിയില്ല, നമ്മുടെ നാട്ടിൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടെറിട്ടറിയിലാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത്, സ്റ്റേറ്റുകളിലാണെങ്കിൽ അത് പാർലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് നമ്മൾ പറയുന്നത്. എന്റെ ടൈറ്റിൽ ഇപ്പം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. പക്ഷേ ഇത് പറയുമ്പോൾ നോർത്തേൺ ടെറിട്ടറി പാർലമെന്റ് എന്ന് പറയും. പക്ഷേ നമ്മൾ ബുക്സ് എല്ലാം നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി തന്നെയാണ് ഇത്. പക്ഷേ സ്റ്റേറ്റുകളിലുള്ളത് പാർലമെന്റ് ആണ്, അവിടെ ഉള്ളത് MP-മാരുമാണ്. പല സ്റ്റേറ്റുകളിലും ലോവർ ഹൗസും അപ്പർ ഹൗസും ഉണ്ട്. ടെറിട്ടറിയിൽ ഒറ്റ ഹൗസേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് 1 2 മറ്റ് സ്റ്റേറ്റുകളിലും ഒറ്റ ഹൗസേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും തന്നെ ഈ പറഞ്ഞ ലോവർ ഹൗസും ഉണ്ട്, അപ്പർ ഹൗസും ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഇപ്പം MLC എന്ന് പറയുന്ന പല സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലോ. അതുപോലെ ഇവിടെ ഫെഡറലിലും നമ്മുടെ നാട്ടിലെ ലോക്സഭയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, രാജ്യസഭയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള സെനറ്റ് ഉണ്ട്. ആ സെനറ്റും രാജ്യസഭ നാട്ടിലെ MLA-മാരാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ രാജ്യസഭയിലെ അംഗങ്ങളെ സെനറ്റിലെ അംഗങ്ങളെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം ഇലക്ഷന് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ജോലി രാജി വെച്ചിട്ടാണ് നിങ്ങൾ ഇലക്ഷന് പങ്കെടുത്തത്, എന്നാലേ പറ്റുള്ളൂ. ഇവിടുത്തെ ഒരു നിയമപ്രകാരം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സാലറി ഉള്ള ഒരു ജോലിയാണെങ്കിൽ നമ്മൾ ഒരു 4 ആഴ്ചയാണ് സാധാരണ ഒരു റിട്ടേൺ അനൗൺസ് ചെയ്യാന്ന് പറയും. ആ ഒരു പോയിന്റ് ആകുമ്പോൾ നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സാലറീഡ് ആയിട്ടുള്ള എന്ത് പൊസിഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ രാജിവെച്ചിരിക്കണം. അങ്ങനെ രാജിവെച്ചിട്ടാണ് മത്സരിച്ചത്. ഓക്കെ, തോറ്റു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥാനം കിട്ടിയില്ലെങ്കിലും അതേ പൊസിഷൻ കിട്ടും. സ്റ്റേറ്റ്, ടെറിട്ടറി അല്ലെ ഫെഡറൽ നിയമം അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഗവൺമെൻറ് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ട് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിതിൻ 28 days ആണ് എനിക്ക് വന്നത്. നമുക്ക് ആ സെയിം ലെവൽ ജോലി അവർ നമുക്ക് തരും. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ ഹോസ്പിറ്റലിൽ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഡയറക്ടറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പേരുള്ളൊരു ജോലി എനിക്ക് തരും. പക്ഷേ എനിക്ക് അതേ ജോലി തരണമെന്നുള്ളത് നിർബന്ധമില്ല. അന്നേരത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനമാണ്, അത് തന്നെ തരണോ വേണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ മത്സരിച്ചിട്ട് എതിരായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ അപ്പം ഗവൺമെൻറ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര സുഖകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. പാലയല്ലേ നാട്ടിലെ സ്ഥലം? പാലായെന്നൊരു 18 കിലോമീറ്റർ, മൂന്നലോ എന്ന് പറയും പ്രോപ്പർ ഒരു വില്ലേജ്, ഒരു കോമൺ ഗ്രാമ ഏരിയയാണ്. ഞാൻ പഠിച്ചതൊക്കെ പാലായിലാണ് പഠിച്ചത്. ഇവിടെ ശരിക്കും നഴ്സായിട്ട് വന്നു പറഞ്ഞു. അപ്പം ഫാമിലിയൊക്കെ? വൈഫും 2 മക്കളും ഉണ്ട്. 2 പെൺകുട്ടികൾ. ഇപ്പം മൂത്തയാളിപ്പം 12 വയസ്സും രണ്ടാമത്തെ 6 വയസ്സ്. വൈഫ് അനു, ചാലക്കുടി പേരാമ്പ്രയാണ് സ്വദേശം. പിന്നെ പേരൻസ്, ജോലി ചെയ്യുന്നുണ്ടോ? വൈഫ് ഇപ്പം നഴ്സ് പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുന്നു. പുള്ളിക്കാരി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ കീഴിൽ തന്നെ. ഓക്കെ. പിന്നെ പേരൻസ് അവരിപ്പം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അവർ സ്കൂൾ ഹോളിഡേ പിള്ളേർക്കായതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ സാറിന് 3 മാസം നിൽക്കും. ഒരു 3 ആഴ്ചയോടെ ഞങ്ങളിവിടെ ഉണ്ട്. 2 പേരും പാലാ സ്വദേശം, പാലാ അടുത്താണ് സ്വദേശം. ചാൾസ്, ഡെയ്സി. പിന്നെ വൈഫിൻ്റെ കൂടി പറഞ്ഞ പോലെ പേരാമ്പ്ര. പിന്നെ എനിക്കൊരു അനിയനും അനിയത്തിയാണ് ഉള്ളത് നാട്ടിൽ. അവർ കല്യാണം കഴിച്ച അനിയൻ വീട്ടിലുണ്ട്. പാലായിലൊരു ക്ലിനിക്ക് നടത്തുന്നു, ഓർത്തഡോണ്ടിസ്റ്റാണ്. അനിയത്തി ഒരു ഡോക്ടറാണ്. ഓക്കെ, ഞാൻ ഇദ്ദേഹം 1.5 വർഷം മുമ്പ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയപ്പോഴത്തേക്കിനും 1-2 വാർത്തകൾ എനിക്കൊന്ന് നാട്ടിലെ വാർത്താ ചാനലുകളിൽ വന്നത് എൻ്റെ ശ്രദ്ധയിലും പെട്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചാണ് എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്കിനും ഐ ഷുഡ് കം ആൻഡ് മീറ്റ് യു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി താങ്കളുടെ നമ്പർ എടുത്ത് ബന്ധപ്പെട്ടത്. എന്നാലും താങ്ക്സ് ഫോർ യുവർ ടൈം. ലൈക്ക് എന്താ പറയുക, ഒരു സന്തോഷമല്ലേ നമുക്കും, അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ എസ്പെഷ്യലി പുറത്ത് താമസിക്കുമ്പം നമ്മളൊരു മറ്റൊരു മലയാളിയെ കാണാമെന്ന് പറയുന്ന ഇപ്പോൾ ഏതൊരാളെ പോലെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഡാർവിനിലോട്ട് വരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓർത്തൊക്കെ വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ നോർത്തേൺ ടെറിട്ടറി മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഞാൻ വളരെ നല്ലൊരു കാര്യം എന്നേ പറയത്തുള്ളൂ. കാരണം പരമാവധി ആളുകളിലോട്ട് എത്തിക്കുക. ഇങ്ങനെയുള്ള ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം ഞാൻ പണ്ട് ഓസ്ട്രേലിയ എന്ന് കരുതിയിരുന്നത് എനിക്ക് ഓസ്ട്രേലിയ ലാൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് തീർന്നത്. ഓപ്പറ ഹൗസും പിന്നെ അതെല്ലാം ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ റൂറൽ റീജിയണൽ ആയിട്ടുള്ള ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. ഇപ്പം ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പം പാലായെടുത്ത് മൂന്നലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെവിടെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ പാലായിൽ ജീവിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇപ്പം കൊച്ചിയുണ്ട്, മുംബൈ ഉണ്ട്, ഡൽഹി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാടാണ് ഇഷ്ടം. ആ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ തന്നെ റീജിയണൽ ഏരിയ ജീവിക്കുന്ന ആ റീജിയനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മലയാളികൾ നല്ല ശതമാനം ആൾക്കാർ ഇവിടെ താമസിക്കാൻ കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥയാണ്. നമ്മുടെ നാടിനോട് വളരെ സാമ്യമുള്ളൊരു കാലാവസ്ഥ. ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ മൺസൂണാണ്. ഫ്ലഡ് വരെ ഉണ്ട് നാട്ടിലുള്ള പോലെ. ഇപ്പോൾ ഈ ഒരു 6 മാസം, ഇപ്പോൾ ഒരു നവംബർ ടു ഏപ്രിൽ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ മൺസൂണാണ്. പിന്നെ ഡ്രൈ സീസണാണ്. ഇപ്പം തണുപ്പാണെങ്കിൽ ഇവിടെ തണുപ്പെന്ന് പറയുന്ന സംഭവം ഒരു 13, 14 1-2 ദിവസം വന്നാലുള്ളൂ. അതിനും ഒരു 38 ഇടയ്ക്കുള്ളൊരു ടെമ്പറേച്ചർ. അപ്പം പക്ഷേ ഞാൻ താഴെ സൗത്തിലായിരുന്ന സമയത്ത് ന്യൂ സൗത്ത് വെയിൽസിലാണെങ്കിൽ കുറച്ച് തണുപ്പ് കാലം വരുമ്പോഴത്തേക്ക് 0-1 വരുമ്പോഴത്തേക്കും ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്നു. മറ്റു പലർക്കും കുഴപ്പമൊന്നുമായിരിക്കില്ല.
എന്തായാലും ഒരു നേഴ്സായിട്ട് ഇവിടെ വന്ന് നേഴ്സിംഗ് കരിയർ മാറി ഇപ്പോൾ പൊളിറ്റിക്കൽ കരിയറിലേക്ക് മാറി. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പൊളിറ്റിക്കൽ കരിയർ. ഇനിയിപ്പോൾ അങ്ങോട്ട്. താങ്ക് യു. ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇതൊരു ഭയങ്കര സംഭവം അല്ലേ? സൺറൈസും ഏറ്റവും വലിയ മോണോലിത്ത് ഇൻ ദ വേൾഡ് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇവിടെ നിന്നൊരു സൺസെറ്റിന്റെ സമയത്താണ് കളർ മാറും. ഇത് ശരിക്കും നോർത്തേൺ ടെറിട്ടറിയിലാണോ? ആലിസ് നിങ്ങളുടെ ടെറിട്ടറി തന്നെ വരുന്നതാണല്ലേ? ഇവിടുന്ന് വേണ്ട 1900 കിലോമീറ്ററോളം. യെസ്, ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകണം അങ്ങോട്ടേക്ക് ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട്. സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓക്കെ. ഇത് അവര് ഹാൻഡ് വർക്കായിട്ട് ചെയ്യുന്നതാണോ? അതെ, മൊത്തം ഡോട്ട് പെയിന്റിംഗ് ആണ്. ഇത് മൊത്തം ഒരു ഹാൻഡ് കൊണ്ട് ചെയ്തേക്കുന്നതാണ്. ഓക്കെ. സമയം കിട്ടുവാണെങ്കിൽ ഇവിടുത്തെ മ്യൂസിയം ആർട്ട് ഗാലറി ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ മണ്ഡലമാണ് സാന്റേഴ്സ്, പാല അല്ല. ഇവിടുത്തെ പാല. അപ്പൊ നിങ്ങൾ മന്ത്രിയാണെങ്കിൽ MLA എന്നേ ഇവർ പറയുള്ളൂ, അങ്ങനെയാണോ? MLA മന്ത്രിയാണ്. എന്നാലും അവര് ഇതേ പറയുള്ളൂ. ഇതാണ് ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററുടെ ഓഫീസ്. പിന്നെ ഇവിടെ ഡെപ്യൂട്ടി CMന്റെ ഓഫീസ് ഇവിടെ ഉണ്ട്. ഇത് ഒരു സ്പെഷ്യൽ ഏരിയ ആണ് ഇവിടെ, നിങ്ങളുടെ മന്ത്രിമാരുടെ സ്ഥലം. ഗവൺമെന്റിന്റെ ഫ്ലോറാണ് 5th ഫ്ലോറിന്റെ ഈ ഏരിയ. ഓക്കെ. മന്ത്രിമാര് പുറത്തിറങ്ങിയാൽ MLA മാരുടെ സ്ഥലം. ഞാൻ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്. നിങ്ങൾക്ക് ഇവിടെ എല്ലാം പോകാൻ ഇങ്ങനെ ആക്സസ് കാർഡ് വേണം, അല്ല ID കാർഡ് വേണം അല്ലേ? എല്ലായിടത്തും പോകാനായിട്ട്. ഓക്കെ. ഇവരുടെ ഈ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള ഒരു ഹാളാണിത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ ഇവർ സ്ഥിതി ചെയ്തിരിക്കുന്നത് ഒരു കടൽ തീരത്തായിട്ടാണ്. നമുക്ക് നല്ല വ്യൂ ആണ് ഇവിടെ. എവിടെ നോക്കിയാലും ഭയങ്കര വ്യൂ ആണ്. നമുക്ക് പോയി നോക്കാം. ഇത് നോർത്തേൺ ടെറിട്ടറിയുടെ ഫ്ലാഗ് ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിന് ഓരോ ഫ്ലാഗ് ഉണ്ടല്ലേ? ഓക്കെ. നെഞ്ചത്തുള്ളത് നോർത്തേൺ ടെറിട്ടറിയുടെ ഫ്ലാഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് ഇവരുടെ ഒരു ബാക്കിലുള്ളൊരു സ്ഥലം, സീ വ്യൂ ഒരു ഏരിയ. ഇവിടെ ഒരു കഫേ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അതൊക്കെ തന്നെയാണ് നൈസ്. ഇവരുടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ് അത്രേ. ഓഫീസ് ഓഫ് ദ സ്പീക്കറുടെ ഓഫീസിൽ കയറാം. നോർമലി ഈ ചെയർസ് ഇവിടെ കാണത്തില്ല. ഇപ്പം നമ്മുടെ ഓരോരുത്തരും ഗസ്റ്റിന് വരുമ്പോഴിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 9 to 9:30 ഒരു ഇനീഷ്യൽ ഹാഫ് ആൻ അവർ മാത്രമായിട്ട് ഇവിടത്തേക്ക്. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സംസാരിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗസ്റ്റുകളെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ? പിന്നെ ഈ വർഷത്തെ ആദ്യത്തെ പാർലമെന്റ് സമ്മേളനം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്പണിംഗ് സെറമണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും 4 പേരെ കൊണ്ടുവരാം. ഓക്കെ. വെരി ഗുഡ്. മേളില് വിസിറ്റേഴ്സ് ഗാലറി അല്ലേ? അതൊരു വിസിറ്റേഴ്സ് ഗാലറി. അത് ഒരു സ്ക്രീൻ ഉള്ളതാണ്. ഇപ്പം കൂടുതൽ സ്കൂൾ ടൂർ ഒക്കെ വരുവാണെങ്കിൽ അവിടെയാണ് കൊണ്ടുവരുന്നത്. കാരണം പിള്ളേർ സംസാരിക്കുമ്പോൾ സൗണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട്. മീഡിയ റൂം ഉണ്ടാവും, മീഡിയ ഗാലറി അവിടെ ഉണ്ട്. ഓക്കെ. ഇത് ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ, തിരുവനന്തപുരം നഗരസഭ ആ ഒരു ഹാള് പോലെ ഒരു ചെറിയ ഒരു ഹാള്. കാരണം ഇവിടെ അത്രയും പേരെ ഉള്ളല്ലോ അല്ലേ? അത്രയും ആൾക്കാരേ ഉള്ളൂ. ഓസ്ട്രേലിയൻ പാർലമെന്റിലെ ഏറ്റവും സൗകര്യമുള്ള പാർലമെന്റ് ഇതാണ്. ഇപ്പം മെമ്പേഴ്സിന് ഇപ്പം ഇടുങ്ങിക്കൂടി ഇരിക്കുന്നത്. യെസ്. ഞാനിപ്പം UK പാർലമെന്റിൽ പോയ സമയത്ത് അവിടെ ഉള്ള ആൾക്കാർ പറയുമായിരുന്നേ, അവർ പറയുന്നത് നമ്മൾ നേരത്തെ പോയി സീറ്റ് പിടിച്ചില്ലെങ്കിൽ സീറ്റ് കിട്ടൂല, നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. അതുപോലെ കൺജസ്റ്റഡ് ആണ് പല പാർലമെന്റും. ആ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരള നിയമസഭാ മന്ദിരം വളരെ വലുതാണ്. ഇതാണ് ഇവരുടെ സ്പീക്കറിൻ്റെ ഒരു ചെയർ. അതിൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയാണത്? എന്ത് പുസ്തകമായിരിക്കും അത്? ഇത് ഹാൻസാർഡ് എന്ന് പറയും. നേരത്തെ ഉള്ള ഇവിടെ പാർലമെന്റിന്റെ ആയിട്ടുള്ള റൂൾസ് ആൻഡ് ബൈലോസ് ഒക്കെ ആയിരിക്കും അല്ലേ? റൂൾസ് ആൻഡ് ബൈലോസ് അല്ല, ഇത് നമ്മളിവിടെ സംസാരിക്കുന്നതെല്ലാം ട്രാൻസ്ക്രിപ്റ്റ് ആക്കും. അപ്പം അതാണ് മൊത്തം. ഓക്കെ. പാർലമെന്റിൽ ഓരോ ആളുകളും സംസാരിച്ച കാര്യങ്ങൾ അത് ചെയ്തു വെച്ചിരിക്കുകയാണ് അല്ലേ? ബുക്കാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഈ പെട്ടിക്കകത്ത് എന്തായിരിക്കും? ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ ചെയറിൽ തന്നെ നിന്നാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം ഒരു UK വെസ്റ്റ്മിനിസ്റ്റർ സിസ്റ്റത്തിന്റെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇവിടെ നിന്നിട്ടാണ്. ആ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. ട്രഷറർ ആണെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇവിടെ നിന്നാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം ചീഫ് മിനിസ്റ്റർ ഇരിക്കുന്ന ഇവിടെയോ? ചീഫ് മിനിസ്റ്റർ എപ്പോഴും സ്പീക്കറിന്റെ വലതുവശത്ത് രണ്ടാമത്തെ സീറ്റിലാണ് ചീഫ് മിനിസ്റ്റർ. ഓപ്പോസിറ്റ് ഇടതുവശത്ത് രണ്ടാമത്തെ സീറ്റിൽ ഓപ്പോസിഷൻ ലീഡർ. ഓക്കെ. ഫസ്റ്റ് സീറ്റിലിരിക്കുന്ന ലീഡർ ഓഫ് ദ ഗവൺമെന്റ് ബിസിനസ്. ഓപ്പോസിഷന്റെ ലീഡർ ഓഫ് ദ ഓപ്പോസിഷന്റെ ബിസിനസ്. വെരി ഗുഡ്. അപ്പോൾ സന്തോഷം കണ്ടതിൽ. ഓൾ ദി ബെസ്റ്റ് വീണ്ടും. ഓക്കെ, ബൈ. ഇനി എങ്ങനെ പോകുന്നു? വീട്ടിൽ പോകുന്നോ? നേരെ വീട്ടിൽ പോകണം. ഓക്കെ. വണ്ടി താഴെ ഉണ്ട്, ഓടിക്കുക പോവുക. ഓക്കെ, ശരി. വൈഫിന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ. അപ്പോൾ ശരി, ബൈ. എന്തല്ലേ നമ്മുടെ നാട്ടിലെ പറ്റുമോ ഇങ്ങനെ? അതായത് നമ്മൾ നിയമസഭയിൽ കയറി ചെന്നിട്ട് ഒരു മന്ത്രിനെ കണ്ടിട്ട് പുള്ളി നമുക്ക് നിയമസഭാ മന്ദിരം മൊത്തം കാണിച്ചു തന്ന്, ലൈക്ക് ഇറ്റ്സ് പോസിബിൾ ഇൻ സം പ്ലേസസ്,
നമ്മുടെ നാട്ടിൽ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ പോപ്പുലേഷനും നമ്മുടെ തിരക്കും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി കൺസേൺസ് ഇവിടെയൊക്കെ ഒന്നാമത് ആരുമില്ല, വളരെ കുറച്ച് ആൾക്കാർ, ആകെ 2.5 ലക്ഷം ആൾക്കാരല്ലേ ഉള്ളൂ ഈ സംസ്ഥാനത്ത്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഏകദേശം എത്രയോ ഇരട്ടി 30 ഇരട്ടി വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിന്. അപ്പോൾ അവിടെ ആകെയുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2.5-3 ലക്ഷത്തിൽ താഴെയാണ്, ഇൻക്ലൂഡിങ് എന്താ പറയുക മൈഗ്രൻസ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ. എന്നാലും ഇറ്റ് വാസ് നൈസ് അല്ലേ.